ചെകുത്താന്റെ എപ്പിസോഡ് 17ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് കഥയിലേക്ക് പോകാം. സൗദാമിനി പാലസിന്റെ ബ്ലൂ പ്രിന്റ് കൊണ്ട് കൊടുത്തതിന് പകരം സമാനമായി രചനയ്ക്ക് കൊലുസ് കൊടുക്കുന്നു. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന രചനയോട് പഴയ പാലസിന്റെ താക്കോൽ എടുത്തു കൊടുക്കാൻ പറയുകയാണ് സൗദാമിനി. അത് കേൾക്കുന്ന രചന, അടുത്ത പ്രാവശ്യം മാലിക്കിന് ഫുഡ് കൊടുക്കാൻ പോകുന്ന സമയം എന്റെ കയ്യിൽ താക്കോൽ കിട്ടും, അപ്പോൾ നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൗദാമിനി, അത്രയും ദിവസം കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് മാലിക്കിനെ കാണണം, പെട്ടെന്ന് തന്നെ മാലിക്കിനെ സന്തോഷപ്പെടുത്തി എനിക്ക് ഈ ഫൂറിൻ കെട്ടിലെ റാണിയാവണം എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് സൗദാമിനി. സൗദാമിനി പറഞ്ഞതെല്ലാം കേട്ട് അവിടെ കപാലി വരുന്നു. കപാലി സൗദാമിനിയെ നോക്കി, ഇവൾക്ക് അത്യാഗ്രഹം കൂടുതലാണല്ലോ, ഫൂറിൻ കെട്ടിലെ റാണിയാവാൻ ആഗ്രഹിക്കുന്ന ഇവൾക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് പറയുകയാണ് കപാലി. മറുവശത്ത് നിക്കിയും പീയൂഷും പാലസിൽ തിരിച്ചു വരുന്നു. ശേഷം സൗദാമിനി എങ്ങനെയെങ്കിലും ഇന്ന് താക്കോൽ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന സമയം അവിടേക്ക് കപാലി തന്റെ ശക്തി വിടുകയാണ്. ആ ശക്തി സൗദാമിനിയെ ഉപദ്രവിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് കപാലി വരികയാണ്. കപാലിയെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് സൗദാമിനി. തുടർന്ന് കപാലി വീണ്ടും സൗദാമിനിയെ ഉപദ്രവിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കപാലിയോട് പറയുകയാണ് സൗദാമിനി. അത് കേൾക്കുന്ന കപാലി, നിനക്ക് മാലിക്കിനെ കാണണോ, നിനക്ക് മാലിക്കിന്റെ കയ്യിലുള്ള നിധിയെല്ലാം സ്വന്തമാക്കണോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും സൗദാമിനിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് കപാലി. അപ്പോൾ സൗദാമിനി കപാലിയോട് സോറി പറയുകയാണ്. അത് കേൾക്കുന്ന കപാലി, എന്റെ ഡിക്ഷണറിയിൽ നിന്ന് സോറി എഴുതിയിരുന്ന പേജ് ഞാൻ കീറിക്കളഞ്ഞു, ഞാൻ കപാലിയാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന സൗദാമിനിക്ക് മാലിക്കിന്റെ പുരാണ ബുക്കിൽ നിന്ന് വായിച്ച കഥയിലെ കപാലിയെ ഓർമ്മ വരുന്നു. എന്നിട്ട് ഞാൻ മാലിക്കിന്റെ സത്യസന്ധയായ ഭക്തയാണെന്ന് പറയുകയാണ് സൗദാമിനി. അത് കേൾക്കുന്ന കപാലി സൗദാമിനിയെ വെറുതെ വിടുന്നു. എന്നിട്ട് സൗദാമിനിയോട് കപാലി, ഞാൻ നിന്നെ വലിയ പണക്കാരിയാക്കാം, മാലിക്കിനെ നേരിട്ട് കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷെ അതിന് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. നിക്കിയുടെ മുടിയും രക്തമുള്ള നഖവും ഇന്ന് തന്നെ എനിക്ക് നീ എടുത്തു തരണം, ഇല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാവില്ല, നിന്റെ ജീവനില്ലാത്ത ശരീരം ഞാൻ മാലിക്കിന് ഭക്ഷണമാക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് സൗദാമിനിയെ പേടിപ്പിക്കുകയാണ് കപാലി. ശേഷം എങ്ങനെ കപാലി പറഞ്ഞതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സൗദാമിനി നിക്കി നിൽക്കുന്നത് കാണുകയാണ്. അത് കാണുന്ന സൗദാമിനി രചനയും കൂടി ഒരു പ്ലാൻ ചെയ്യുകയാണ്. തുടർന്ന് നിക്കിയുടെ അടുത്ത് പോകുന്ന സൗദാമിനി നിക്കിയോട് സംസാരിച്ചുകൊണ്ട് നിക്കി നിന്നെടുത്ത് സൗദാമിനി നഖം കൊണ്ട് കുരിശ് വരയ്ക്കുകയാണ്. എന്നിട്ട് നിക്കിയോട്, നീ ഇത് എന്താണ് വരച്ചതെന്ന് ചോദിക്കുന്ന സമയം അവിടേക്ക് രചന സുമിത്രയെയും സുഗുണയെയും വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെ വരുന്ന സുമിത്രയോട് സൗദാമിനി നിക്കി വരച്ചതെന്ന് പറഞ്ഞ് ആ അടയാളം കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് നിക്കിയോട് ദേഷ്യപ്പെടുകയാണ് സുമിത്ര. എന്നിട്ട് സുമിത്ര സുഗുണയോട് നിക്കിക്ക് എന്താണ് കാര്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറയുന്നു. അത് കേൾക്കുന്ന സുഗുണ നിക്കിയോട്, ഈ പാലസിൽ മാത്രമല്ല ഈ ഫൂറൻ കെട്ടിൽ തന്നെ ഒരു ദൈവത്തിന്റെ ഫോട്ടോയോ അടയാളമോ വയ്ക്കാൻ പാടില്ല, അത് മാലിക്കിന് ഇഷ്ടമല്ല, അതെല്ലാം ഞങ്ങൾ ഒരിടത്ത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി സുമിത്രയോട്, അറിയാതെ സംഭവിച്ചു പോയതാണ്, സോറി എന്ന് പറയുകയാണ്. അപ്പോൾ രചന സുമിത്രയോട്, നിക്കിയുടെ വിരലിലെ നഖം വെട്ടിയാൽ മതിയെന്ന് പറയുന്നത് കേൾക്കുന്ന സുമിത്ര നിക്കിയോട് നഖം വെട്ടാൻ പറയുന്നു. അത് കേൾക്കുന്ന നിക്കി നഖം വെട്ടാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശേഷം റൂമിൽ നിൽക്കുന്ന നിക്കിയുടെ അടുത്ത് വരുന്ന സൗദാമിനി, ഞാൻ കാരണമാണ് നിക്കിക്ക് വഴക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് നിക്കിയെ സോപ്പിട്ടെടുക്കുകയാണ് സൗദാമിനി. എന്നിട്ട് നഖം വെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് നിക്കിയുടെ നഖം വെട്ടുകയാണ് സൗദാമിനി. അപ്പോൾ നിക്കിയുടെ വിരൽ മുറിയുന്നു. അത് കണ്ട് സോറി എന്ന് സൗദാമിനി പറഞ്ഞിട്ട് നിക്കിയോട് തല മസാജ് ചെയ്ത് തരാം, ടെൻഷൻ മാറുമെന്ന് പറഞ്ഞ് തല മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയം സൗദാമിനി നിക്കിയുടെ മുടി പൊട്ടിച്ചെടുക്കുന്നു. അപ്പോൾ നിക്കി വേദനിച്ചു എന്ന് പറയുമ്പോൾ സൗദാമിനി നിക്കിയോട്, സോറി, നീ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്, റെസ്റ്റ് എടുക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് സൗദാമിനി അവിടെ നിന്ന് പോകുമ്പോൾ നിക്കി സുഗുണ പറഞ്ഞ കാര്യം ഓർമ്മിക്കുകയാണ്. ദൈവത്തിന്റെ സാധനങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലം അത് എവിടെയായിരിക്കും എന്ന് മനസ്സിൽ പറയുന്ന നിക്കി സുഗുണ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് സുഗുണയോട് മാലിക്കിനെ കുറിച്ച് പോരുത്തി കുറെ കാര്യങ്ങൾ പറയുകയാണ്. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ സാധനങ്ങളെല്ലാം എവിടെയാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുഗുണ നിക്കിയോട് ദേഷ്യപ്പെടുകയാണ്. ഈ കാര്യം പാലസിലെ വേറെ ആരോട് ചോദിക്കരുത് എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ സുഗുണ നിക്കിയെ തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് നിക്കിയോട്, സുഗുണ, എന്റെ മുതുമുത്തശ്ശന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഫൂറൻ കെട്ടിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളമില്ലാത്ത ഒരു പഴയ കിണറുണ്ട്, അതിലാണ് എല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് സൗദാമിനിയുടെ അടുത്ത് കപാലി വരികയാണ്. കപാലിയെ കാണുന്ന സൗദാമിനി നിക്കിയുടെ മുടിയും നഖവും കപാലിക്ക് കൊടുക്കുകയാണ്. കപാലി അത് കയ്യിൽ വാങ്ങുമ്പോൾ സൗദാമിനി മാലിക്കിനെ എപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കപാലി, മാലിക്കിനെ നീ സഹായിച്ചാൽ മാലിക് തന്നെ നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് കപാലി അവിടെ നിന്ന് പോവുകയാണ്. കപാലി പോകുന്നത് കാണുന്ന സൗദാമിനി, ജീവൻ പണയം വെച്ചായാലും മാലിക്കിന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയുകയാണ്. ഈ സമയം നിക്കി ഇന്ന് രാത്രി ആ കിണർ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. മറുവശത്ത് കാൽമുഖി പൂജ ചെയ്യുകയാണ്. പൂജയുടെ അവസാനം നിക്കിയുടെ ജാതകം തെളിഞ്ഞു വരികയാണ്. അത് നോക്കുന്ന കാൽമുഖി പേടിച്ച് നിൽക്കുന്നത് കാണുന്ന കപാലി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവൾ ചതയ നക്ഷത്രക്കാരിയാണ്, അവൾ ഒത്തിരി ശക്തിശാലിയാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന കപാലി, അവളുടെ പുറകിൽ ഒരു ശക്തിയുണ്ട്, അത് ഏത് ശക്തിയായിരിക്കും എന്ന് കപാലി പറയുമ്പോൾ അത് കേൾക്കുന്ന കാൽമുഖി, അത് അറിയണമെങ്കിൽ നിക്കി ജനിച്ചത് എവിടെയാണെന്നും നിക്കി ഓർഫനേജിൽ ആരാണ് കൊണ്ടുപോയതെന്നും അറിയണം, അതിനുവേണ്ടി ടൈം ട്രാവൽ ചെയ്ത് നീ ആ സ്ഥലത്തേക്ക് പോകണമെന്ന് കപാലിയോട് പറയുകയാണ് കാൽമുഖി. മറുവശത്ത് നിക്കി ആരും കാണാതെ രാത്രി പാലസിൽ നിന്ന് പോകുന്നത് ആരോഹ്യ കാണുകയാണ്. ആരോഹ്യ നിക്കിയുടെ പുറകെ പോകുന്നു. കുറേ ദൂരം പോകുന്ന നിക്കി പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോഹ്യെ കാണുന്ന നിക്കി ഒളിച്ചിരിക്കുകയാണ്. ആരോഹ്യെ കാണാതെ അവിടെ നിന്ന് ഓടുന്ന നിക്കി അവിടെ ഉണ്ടായിരുന്ന പൊട്ടക്കിണറ്റിൽ വീഴുകയാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന നിക്കിക്ക് കിണറ്റിലാണ് വീണതെന്ന് മനസ്സിലാവുകയാണ്. നിക്കിക്ക് കിണറ്റിൽ നിന്നും ദൈവത്തിന്റെ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്നും നിക്കിയുടെ ഓർഫനേജിൽ ടൈം ട്രാവൽ ചെയ്ത് കപാലിക്ക് പോകാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്